സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. അപ്പം രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. അപ്പം വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ബർത്ത്ഡേ അന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. അപ്പം പ്രത്യേകിച്ചും ഒന്നും ചെയ്യുന്നില്ല. ടോണറും മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ്സ്റ്റിക്ക് ഇതൊക്കെ തന്നെ ഇടുന്നുള്ളൂ. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഐഷാഡോ പോലെ കൊടുത്ത് അങ്ങനെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കിന്ന് പ്രിപ്പ് ചെയ്യുമ്പോൾ തന്നെ ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആവുന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന് തന്നെ അങ്ങ് എടുത്തു. അങ്ങനെ പെട്ടെന്ന് റെഡി ആവുകയാണേ. അപ്പം നമ്മൾ ഐബ്രോ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ബർത്ത്ഡേ ആയിട്ട് വലിയ പരിപാടികളൊന്നുമില്ല. അമ്പലത്തിൽ പോകുന്നു, വരുന്നു, ഇത്രയേ തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ആണേ. ചിലപ്പം മാഴ്സ് ഇടും, ചിലപ്പം മെബിലിൻ ഇടും, ചിലപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിടും. ഇപ്പം ഇന്ന് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ആദ്യമേ മാഴ്സിൻ്റെ ഇട്ടിട്ട് പിന്നെ മെബിലിൻ്റെ ഒന്ന് ജസ്റ്റ് കൊടുക്കും. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഇടുന്നത്. ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സിമ്പിളായിട്ട് ഹെയർ ഒന്ന് കെട്ടുന്നുണ്ട്. എനിക്ക് ബർത്ത്ഡേക്ക് 2 ഡ്രസ്സാണ് എടുത്തത്, അതിലൊന്നാണ് ഇത്. അപ്പം പെട്ടെന്ന് സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് പോകണം. നമുക്ക് ഇവിടെ അടുത്ത 2 അമ്പലത്തിലും പോയിട്ട് പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും കൂടെ പോകണം. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഈ ഒരു കമ്മലാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത്. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണേ. ഞാനും അതും കൂടെ ഇവിടെ അടുത്ത 2 അമ്പലത്തിൽ പോയിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് അമ്മയും അച്ഛനും അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അപ്പം നമ്മുടെ അടുത്ത് ആദ്യമേ പോയത് ഗണപതി അമ്പലത്തിലാണ്. അപ്പോൾ അവിടെ ഉടയ്ക്കാൻ തേങ്ങയൊക്കെ ആയിട്ട് നമ്മൾ വെളിയിൽ വലം വെച്ചിട്ടാണ്, തേങ്ങ ഉടച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അങ്ങനെ ഞങ്ങൾ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അതും. അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി തൊഴുതിട്ട് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളിനി അടുത്ത് വേറെ ഒരു അമ്പലത്തിലും കൂടെ പോയിട്ട് നമ്മൾ പൂജപ്പുരയിലോട്ട് പോകും. അങ്ങനെ അവിടെയെല്ലാം കയറിയിട്ട് പൂജപ്പുരയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അർച്ചനയ്ക്ക് രസീത് എഴുതാൻ വേണ്ടി നിൽക്കുവാണേ. അപ്പം ഞാനും അതും കൂടെ അവിടെ പോയി അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെയും തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് അത്യാവശ്യം ലേറ്റായി, കാരണം നെയ്വിളക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം പൂജയും അർച്ചന എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. അങ്ങനെ വെളിയിലിറങ്ങി ചുറ്റിട്ടൊക്കെ തൊഴുതിട്ട് അതിന് മയിലിനെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ മയിലിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ നേരെ അമ്പലത്തിലെല്ലാം പോയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ചോറും ചീരത്തോരനും മീൻകറിയും മീൻവറുത്തയൊക്കെയാണ്. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അമ്മ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ വാരിത്തരുവാണേ. പിന്നെ ഇത് വൈകിട്ടത്തെ ഒരു വീഡിയോ ആണ്. അപ്പം പിറ്റേന്ന് എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേന്ന് ചേട്ടൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴക്കോളും ഇടിയൊക്കെ ആയതുകൊണ്ട് തന്നെ 2 വീലറിൽ പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാർ നിറയെ ആൾക്കാരുമായിട്ടാണ് വിളിക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ നാളത്തേക്കുള്ള എല്ലാവർക്കും എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണേ. ഫേഷ്യൽ ക്ലീനപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ.
പിന്നെ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതെനിക്ക് ബർത്ത്ഡേക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്ന കുറച്ച് ഗിഫ്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക്